ഹായ് ഓൾ, എല്ലാവർക്കും രശ്മീസ് കറിവേലിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ വീട്ടിലുള്ള ക്ലാവ് പിടിച്ചിട്ടുള്ളതും എണ്ണമെഴുക്കുള്ളതുമായ ഓട്ടുപാത്രങ്ങൾ, പ്രത്യേകിച്ചും പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്തരം പാത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കുന്ന 3 കിടിലൻ ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ കൂട്ടുകാർ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന ടൈമിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം. അപ്പോൾ മാത്രമാണ് എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ 3 രീതിയിലും വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. കെമിക്കൽസ് ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യത്തെ രീതിയിൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു തക്കാളിയാണ്. പച്ചക്കറിയൊക്കെ വാങ്ങുന്ന ടൈമിൽ കേട് വന്നിട്ടുള്ള തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് തക്കാളി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഓട്ടുപാത്രങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അത് നമുക്ക് ഈ തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു വിളക്കും ആ വിളക്ക് വെക്കുന്ന ഒരു തട്ടവും മാത്രമാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു ചെറിയ തക്കാളി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചധികം പൂജാപാത്രങ്ങൾ ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള തക്കാളി നിങ്ങൾ എടുത്തുകൊള്ളണം. ഇനി നമുക്ക് ഈ തക്കാളിയുടെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആവശ്യമായിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് വിനെഗറാണ്. നമ്മൾ അച്ചാറിനൊക്കെ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത്. അത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ആ ബേക്കിംഗ് സോഡയും ഏകദേശം നമ്മൾ 1 ടേബിൾ സ്പൂണോളം തന്നെ എടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഒരു തക്കാളിക്ക് 1 ടേബിൾ സ്പൂണോളം വിനെഗറും 1 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയുമാണ് വേണ്ടത്. ഇനി നമുക്കിത് വെള്ളമൊന്നും ചേർക്കാതെ നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. ഇപ്പം നമ്മൾ തക്കാളി നല്ല പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ ആയാസരഹിതമായിട്ട് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഈ അരച്ചെടുത്ത ഈ തക്കാളി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കേണ്ട പാത്രത്തിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ മാത്രം മതി. ഒരുപാട് ബലം പ്രയോഗിച്ചിട്ട് തേച്ചൊരുക്കി ഒന്നും തന്നെ വേണ്ട. ഞാൻ കൈ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ പാത്രത്തിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് തേച്ച് കൊടുക്കുന്നത്. എത്ര ക്ലാവ് പിടിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മുടെ എണ്ണമെഴുക്കുള്ളതുമായ ഓട്ടുപാത്രങ്ങളായാലും ഈ ഒരു രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ കൈ ഉപയോഗിച്ചിട്ട് നമ്മുടെ വിളക്കിൻ്റെയും ആ ഒരു പാത്രത്തിൻ്റെയും എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ആ ഒരു പേസ്റ്റ് തേച്ച് കൊടുക്കണം. ഇതുവരെ നിങ്ങൾ ഈ ഒരു രീതിയിൽ തക്കാളി ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഓട്ടുപാത്രങ്ങൾ ക്ലീൻ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതിനുശേഷം നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസൊക്കെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കണം. അതുപോലെ തന്നെ ഹാഷായിട്ടുള്ള കെമിക്കലുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പാത്രങ്ങൾ ക്ലീൻ ചെയ്യുന്നതിനേക്കാളും എപ്പോഴും നല്ലത് ഇത്തരത്തിൽ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്ന പേസ്റ്റ് ഉപയോഗിച്ചിട്ട് പാത്രങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കൈയുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സോഫ്റ്റ്നെസ് നഷ്ടപ്പെടുകയുമില്ല. കൂടാതെ തന്നെ പാത്രങ്ങൾ കുറേ അധിക കാലം നല്ല തിളക്കത്തോടെ ഇരിക്കുകയും ചെയ്യും. നമ്മൾ തയ്യാറാക്കിയ ആ ഒരു പേസ്റ്റ് ഞാൻ ആ പാത്രത്തിൽ എല്ലാ ഭാഗത്തും നല്ലതുപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരുപാട് ക്ലാവ് പിടിച്ചിട്ടുള്ള പാത്രങ്ങളാണെങ്കിൽ 10 മിനിറ്റിന് പകരം നിങ്ങൾ ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ഇതുപോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മുടെ പാത്രങ്ങൾ നല്ല തിളക്കത്തോടെ നമുക്ക് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ പാത്രം നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കഴുകി കാണിച്ചു തരാം ലൈവായിട്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മുടെ ആ ഓട്ടുപാത്രങ്ങൾ ക്ലീനായി കിട്ടിയെന്നുള്ളത്. അപ്പം നോക്കിയാൽ നമ്മുടെ ഓട്ടുപാത്രങ്ങളെല്ലാം തന്നെ നല്ല ക്ലീൻ ആയിട്ട് പളപള തിളങ്ങുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ തക്കാളി ഉപയോഗിച്ചിട്ട് ഇതുവരെയും പൂജാപാത്രങ്ങൾ ക്ലീൻ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അറിയിക്കണം. ഞാനിത് നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് കൊണ്ടുവന്ന് കാണിച്ചു തരാം എത്രത്തോളം നല്ല രീതിയിൽ തിളക്കത്തോടെ തന്നെ നമ്മുടെ പൂജാപാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ തക്കാളിക്ക് പകരം നമുക്ക് കെച്ചപ്പ് ഉപയോഗിച്ചിട്ടും ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രം ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഭംഗിയായിട്ട് പളപള തിളങ്ങുന്ന രീതിയിൽ നമ്മുടെ പൂജാപാത്രം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിൽ എങ്ങനെയാണ് പൂജാപാത്രങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം.
രണ്ടാമത്തെ രീതിയിൽ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത് നമ്മൾ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന സേവനാഴിയാണ്. സേവനാഴിക്ക് പകരം നമ്മുടെ പൂജാപാത്രങ്ങളും ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് നാരങ്ങയാണ്. ഞാൻ ഈ ഒരു നാരങ്ങ ഒരു അരമുറിയാണ് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കുന്നത്. നാരങ്ങയ്ക്കൊപ്പം നമ്മൾ വീട്ടിൽ തന്നെയുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻസ് കൂടി ഈ ക്ലീനിങ്ങിനായിട്ട് ആവശ്യമായിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ എല്ലാം വീട്ടിലുള്ള ഉപ്പാണ്. ഞാൻ ഈ ക്ലീനിങ്ങിനായിട്ട് കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. പൊടിയുപ്പിനേക്കാളും എനിക്ക് കുറച്ച് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് കല്ലുപ്പാണ്. അതിനുശേഷം ഇതുപോലെ നാരങ്ങ ആ ഒരു കല്ലുപ്പിൽ മുക്കിയതിന് ശേഷം ഇത്തരത്തിലുള്ള ഓട്ടുപാത്രങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിലും ആ ഓട്ടുപാത്രങ്ങളിലുള്ള ക്ലാവും അതുപോലെ തന്നെ എണ്ണമെഴുക്കും അഴുക്കും ഒക്കെ തന്നെ നമുക്ക് വളരെ ആയാസരഹിതമായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിവിടെ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന ഈ സാധനങ്ങളൊക്കെ തന്നെ ഏത് ടൈമിലും നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഹാഷായിട്ടുള്ള കെമിക്കലുകളൊക്കെ വാങ്ങിച്ച് ഇത്തരം പൂജാപാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് പകരം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ. വളരെ നല്ല രീതിയിൽ, വളരെ പളപളാന്ന് തിളങ്ങുന്ന രീതിയിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഞാൻ ഇതിനു മുമ്പ് ചുടുകട്ടപ്പൊടി ഉപയോഗിച്ചിട്ട് നമ്മുടെ ഓട്ടുപാത്രങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരൊക്കെ ആണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ. ആ ഒരു രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ഓട്ടുപാത്രങ്ങൾ നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ ഒരു പൊടിയായിട്ടുള്ള ഒരു പാടുണ്ടല്ലോ, അതൊന്നും തന്നെ ഉണ്ടാകുകയില്ല. നല്ല സ്മൂത്തായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കൂ. ഇപ്പം നമ്മൾ നാരങ്ങയും ഉപ്പും ഉപയോഗിച്ചിട്ട് നമ്മുടെ ഓട്ടുപാത്രങ്ങൾ ക്ലീൻ ചെയ്തെടുത്തതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല വെട്ടി തിളങ്ങുന്ന രീതിയിൽ തന്നെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ രീതിയിലൊക്കെ നിങ്ങൾ ഓട്ടുപാത്രങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ക്ലീൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും കെമിക്കൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾ വീട്ടിലുള്ള ഓട്ടുപാത്രങ്ങൾ ക്ലീൻ ചെയ്യില്ല, ഞാൻ ഉറപ്പ് തരുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ രീതിയിൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. മൂന്നാമത്തെ രീതി വന്നിട്ട് നമ്മൾ ട്രഡീഷണലായിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. ഒട്ടുമിക്ക ആളുകളും ഈ ഒരു രീതിയിലാവാം ഓട്ടുപാത്രങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ചെറിയ ഒരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളിയും അതുപോലെ തന്നെ കുറച്ച് കല്ലുപ്പുമാണ്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളെടുത്ത ഉപ്പും പുളിയും ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് ഞെരടി ആ ഒരു ഉപ്പും പുളിയും ആ ഒരു വെള്ളത്തിൽ ആദ്യം മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഉപ്പും പുളിയും നമ്മൾ എടുത്ത വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ ഒരു വെള്ളത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ടുള്ള കുറച്ച് വെള്ളമാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ തിളച്ച വെള്ളത്തിലിട്ടാണ് നമ്മുടെ ഓട്ടുപാത്രങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഓട്ടുപാത്രങ്ങൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഒരു 10 മിനിറ്റ് നേരം മുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് വളരെ സോഫ്റ്റായിട്ട് ഒന്ന് ഉരച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനുള്ളിലുള്ള അഴുക്കും ക്ലാവും ഒക്കെ തന്നെ പോയി കിട്ടും. നമുക്ക് ആദ്യം ഇതൊരു 10 മിനിറ്റ് നേരം ഈ ചൂടുവെള്ളത്തിൽ മുക്കി വെക്കാം. അതിനുശേഷം ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഓട്ടുപാത്രങ്ങൾ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കി കിട്ടും. അതുപോലെ തന്നെ ഓട്ടുപാത്രങ്ങളുടെ ഇടയിലുള്ള അഴുക്കൊക്കെ പോകാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഉരച്ച് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ആ പാത്രങ്ങളും നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര വൃത്തിയായിട്ടാണ് നമ്മുടെ ഓട്ടുപാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അതിനുള്ളിലുണ്ടായിരുന്ന എണ്ണമെഴുക്കും ക്ലാവും ഒക്കെ തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 രീതിയിലും ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഏത് രീതിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഓട്ടുപാത്രങ്ങൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു ടവൽ ഉപയോഗിച്ചിട്ട് അതിനുള്ളിലുള്ള വെള്ളമൊക്കെ തുടച്ചു മാറ്റണം. ഇതില്ലാന്നുണ്ടെങ്കിൽ ആ വെള്ളം അതിലിരുന്നിട്ട് ചെറിയ ചെറിയ വെള്ളത്തിൻ്റെ ആ ഒരു കുത്തുള്ള പാട് നമ്മുടെ ഓട്ടുപാത്രങ്ങളിൽ വരും. അതിൻ്റെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഭംഗി നഷ്ടപ്പെടുത്തും. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഓട്ടുപാത്രങ്ങൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ടവൽ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ തുടച്ച് സൂക്ഷിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ പാത്രങ്ങൾ എത്രത്തോളം ക്ലീനായി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇത്രയൊക്കെയാണുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.